വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾക്ക് മാക്സിമം ഇൻഫർമേഷൻ കവർ ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് റിവൈസ് ചെയ്യാം. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ മീനിങ്ങിനാണ് ബിഗിനിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ആൻഡ് ത്രൂ അതേഴ്സ് അല്ലേ. മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് കോപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആക്ച്വലി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഒരു ആർട്ടായിട്ടും കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലേ. സോ മാനേജ്മെൻറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ഓർഗനൈസേഷൻ ഗോൾസ് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. ഇപ്പോൾ നമ്മൾ ഈ മീനിങ് പറയുമ്പോൾ ഈ രണ്ട് ടേംസ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഇവിടെ കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയുന്നതായിട്ട് കാണാം. അപ്പോൾ എന്താണ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി? അപ്പോൾ എന്താണ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്? ബീയിങ് എഫക്റ്റീവ് ഓർ ഡൂയിങ് വർക്ക് എഫക്റ്റീവ്ലി മീൻസ് ഫിനിഷിംഗ് ദ ഗിവൺ ടാസ്ക് ഓർ അച്ചീവിങ് ദ ഗോൾ. ഒരു ഗോൾ അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗിവൺ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ എഫക്റ്റീവ്നെസ് എന്നുള്ള ഒരു മീനിങ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, എഫക്റ്റീവ്നെസ്. ഓക്കെ, ദെൻ പക്ഷേ എഫിഷ്യൻസി പറയുന്നത് ഇൻവോൾവ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇറ്റ് ഫോക്കസ് ഓൺ ഡിറൈവിങ് മോർ ബെനിഫിറ്റ് ബൈ യൂസിങ് ലെസ് റിസോഴ്സസ്. അവൈലബിൾ റിസോഴ്സസ് ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് എന്ത് എഫിഷ്യൻസി പറയുന്നത്. ഓക്കെ, സോ എഫക്റ്റീവ്നെസ്സിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനും, എഫിഷ്യൻസിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാക്സിമം മീൻസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ, റിസോഴ്സസ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ചെയ്തിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനാണ് എഫിഷ്യൻസി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ നമ്മളിവിടെ കാണുന്ന മറ്റൊരു ടേമാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് തന്നെയാണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, ഇതെല്ലാമാണ് ഇവിടെ പ്രോസസ്സ് എന്നുള്ളൊരു ടേമിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ്, എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഇതെല്ലാം നമുക്ക് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു മീനിങ്ങിൽ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കോൺസെപ്റ്റിൽ കാണാൻ പറ്റുന്ന ടേംസാണ്. അപ്പോൾ എഫക്റ്റീവ്നെസ്സിൻ്റെ എഫിഷ്യൻസി ഇവിടെ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് കംപ്ലീറ്റിംഗ് ദ ടാസ്ക് ഓൺ ടൈം അല്ലേ. ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ആ ടൈമിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവാണ്. എഫിഷ്യൻസി എന്ന് പറയുന്നത് മിനിമം കോസ്റ്റിൽ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, മീൻസ് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മിനിമം കോസ്റ്റിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ എഫിഷ്യൻസി ഉണ്ടെന്ന് പറയാം. ഓക്കെ, നമ്മൾ കാണുന്നത് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് പറയുന്നു മാനേജ്മെൻറ്റ് ഒരു ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് അല്ലേ. തീർച്ചയായിട്ടും എല്ലാ മാനേജ്മെൻറ്റിനും പർട്ടിക്കുലർ ഗോൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷനിൽ എല്ലാ ആക്ടിവിറ്റീസും കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. ദെൻ അടുത്തതായിട്ട് പറയുന്നത് പെർവാസീവാണ്. അതായത് മാനേജ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ ഇൻ നേച്ചർ എവ്രിവെയർ, എക്കണോമിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, റെസ്പെക്റ്റീവ് സൈസ്, നേച്ചർ ആൻഡ് ലൊക്കേഷൻ, ഇൻ എവറി ലെവൽ ദ മാനേജ്മെൻറ്റ് ഈസ് ദെയർ, എവ്രിവെയർ മാനേജ്മെൻറ്റ് ഈസ് ദെയർ എന്ന് പറയുന്നൊരു പോയിൻ്റാണത്. നെക്സ്റ്റ് വൺ മൾട്ടി ഡയമെൻഷണൽ. മാനേജ്മെൻറ്റ് ഇസ് മൾട്ടി ഡയമെൻഷണൽ. അത് മൾട്ടി ഡയമെൻഷണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഓപ്പറേഷൻസ്. ഓക്കെ, ഡിഫറെൻറ്റ് ഡയമെൻഷൻസിലാണ് നമുക്ക് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ പറയുന്നത് മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ. സോ മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് പെർഫോംഡ് ബൈ ഓൾ മാനേജേഴ്സ് സൈമൾട്ടേനിയസ്ലി ആൻഡ് ദ പ്രോസസ് ഓഫ് മാനേജ്മെൻറ്റ് കണ്ടിന്യൂസ് ടിൽ ഓർഗനൈസേഷൻ എക്സിസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഓർഗനൈസേഷൻ എത്ര നാൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അത്രയും നാൾ മാനേജറിയൽ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദെൻ പിന്നെ പറയുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റി. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് അല്ലേ. അത് നമ്മൾ മീനിങ്ങിൽ തന്നെ പറഞ്ഞു, ഇറ്റ്സ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരു ടീമായിട്ട് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഏതൊരു മാനേജ്മെൻറ്റിലും കാണുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഇസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ദെൻ ഡൈനാമിക് ഫങ്ഷൻ മീൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ചിട്ട് ആ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഡൈനാമിക് ഫങ്ഷനായിട്ട് പറയുന്നു. അടുത്ത ഫീച്ചറായിട്ട് പറയുന്നത് ഇൻടാഞ്ചിബിൾ ഫോഴ്സ്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇറ്റ്സ് ഇൻടാഞ്ചിബിൾ അല്ലേ. പിന്നെ എങ്ങനെയാണ് നമുക്ക് മാനേജ്മെൻറ്റ് എത്രത്തോളം എഫക്റ്റീവാണ്, എഫിഷ്യൻ്റ് ആണ് എന്നൊക്കെ അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ്? അവരുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം പല ഓർഗനൈസേഷൻസും നമ്മൾ അറിയപ്പെടുന്നതായിട്ട് മാറുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ മാനേജ്മെൻറ്റ് നല്ലതായതുകൊണ്ടാവാം അല്ലേ. സോ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ ഫോഴ്സ് അല്ലേ. മാനേജ്മെൻറ്റ്
cannot be seen but its effect can be felt in the form of results അല്ലേ. ഇപ്പോൾ റിസൾട്ട് എന്താണോ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി അവരുടെ പെർഫോമൻസ് എന്താണോ അതനുസരിച്ചിട്ടാണ് നമുക്ക് മാനേജ്മെൻറ്റ് എത്രത്തോളം ബെറ്റർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മളിവിടെ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ പറ്റി പറയുമ്പോൾ 3 കാറ്റഗറി ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ സ്വന്തം ഒബ്ജക്റ്റീവ്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അതായത് സർവൈവൽ, പ്രോഫിറ്റ് ആൻഡ് ഗ്രോത്ത്. സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, റീസണബിൾ പ്രൈസിൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, കൺട്രിയുടെ എക്കണോമിക് വെൽത്ത് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിനെ നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്താം. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എംപ്ലോയീസിനോടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. എംപ്ലോയീസിന് ബെറ്റർ സാലറി കൊടുക്കുക, അവർക്ക് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക, ഓക്കെ, പിയർ റെക്കഗ്നീഷൻ നൽകുക, ട്രെയിനിങ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കൊടുക്കുക, സോഷ്യൽ റെക്കഗ്നീഷൻ, ഇതെല്ലാം നമ്മൾ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവിൽ സർവൈവൽ എന്ന് വെച്ചാൽ ഏണിങ് ഇനഫ് റവന്യൂസ് ടു കവർ കോസ്റ്റ് അല്ലേ, കോസ്റ്റ് കവർ ചെയ്യാനുള്ള റവന്യൂ ഏൺ ചെയ്യുക, അതാണ് സർവൈവൽ. തന്നെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ടു കവർ കോസ്റ്റ് ആൻഡ് റിസ്ക് അല്ലേ. സോ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ടു ഇംപ്രൂവ് ഇറ്റ്സ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്, ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഗ്രോത്ത്. സോഷ്യൽ ഒബ്ജക്റ്റീവിൽ വരുന്നത് പ്രൊവൈഡ് സം ബെനിഫിറ്റ്സ് സൊസൈറ്റി ലൈക്ക് അപ്ലൈയിങ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി പ്രാക്ടീസസ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, ദെൻ വീക്കർ സെക്ഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവിൽ പറയുന്നതാണ് ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ. ദെൻ പേഴ്സണൽ ഒബ്ജക്റ്റീവിൽ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ടുവേർഡ്സ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നതെല്ലാം മീൻസ് ആർക്ക് വേണ്ടിയിട്ട്, വർക്കേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എംപ്ലോയീസിന് വേണ്ടിയിട്ട്. അതൊക്കെയാണ് നമ്മൾ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ കാണുന്നത്. അടുത്ത ടോപ്പിക് ഇവിടെ വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ്? ഓക്കെ, ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് പറയുമ്പോൾ ഫസ്റ്റ് വൺ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് ടീം വർക്ക് ആൻഡ് കോർഡിനേഷൻ ഇൻ ദ ഗ്രൂപ്പ്. സോ തീർച്ചയായിട്ടും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ടീം വർക്ക് അല്ലെങ്കിൽ കോർഡിനേഷൻ ഗ്രൂപ്പിൽ ഉണ്ടാവണം അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ഇൻക്രീസസ് എഫിഷ്യൻസി. Management increases efficiency by using resources in the best possible manner to reduce cost and increase productivity. അല്ലേ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. ആ ഒരു ടീം അവരെല്ലാ മെഷേഴ്സ് എടുക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ബെറ്റർ മാനേജ്മെൻ്റ് ആണെങ്കിൽ, ഗുഡ് മാനേജ്മെൻ്റ് ആണെങ്കിൽ അവിടെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യുന്നുണ്ടാവാം. ക്രിയേറ്റ്സ് ഡൈനാമിക് ഓർഗനൈസേഷൻ. തീർച്ചയായിട്ടും ചേഞ്ചസ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം ഒരു ഗുഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, മാനേജ്മെൻറ്റ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽസ് ടു അച്ചീവ് ദെയർ പേഴ്സണൽ ഗോൾസ് വൈൽ വർക്കിംഗ് ടുവേർഡ്സ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലേ. എല്ലാ പേഴ്സൺസിനും, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഏതൊരു പേഴ്സണും തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും കൂടെ അറ്റൈൻ ചെയ്തുകൊണ്ട് അവരുടെ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളൊരു കാര്യം നമുക്ക് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാം. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി ബൈ പ്രൊഡ്യൂസിങ് ഗുഡ് ക്വാളിറ്റി ഗുഡ്സ്. നമ്മൾ സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് ഓർഗനൈസേഷൻ അവിടുത്തെ മാനേജ്മെൻറ്റ് ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനായിരിക്കണം? പ്രൊഡ്യൂസിങ് ഗുഡ് ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് ഓൾസോ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് അഡോപ്റ്റിംഗ് ന്യൂ ടെക്നോളജീസ്. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കും ഒരു ഓർഗനൈസേഷൻ എന്നൊക്കെയാണ്, ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റ് എന്നൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ കമ്പാരിസൺ ആണ്. മാനേജ്മെൻറ്റ് ആർട്ടായിട്ടും സയൻസായിട്ടും പ്രൊഫഷനായിട്ടും കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് ജനറലി അറിയാം മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞാൽ ആർട്ടിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കുക അല്ലേ. ആർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു ആർട്ട് പെർഫോം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്കിൽ ഉണ്ടാവണം അല്ലേ. തിയറിറ്റിക്കലി ഒരു ആർട്ടിൻ്റെ തിയറി അറിയാം എന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സൺ അത് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കണമെന്നില്ല. അതിന് എന്ത് വേണം? സ്കിൽ വേണം. അപ്പോൾ ആ ഒരു സെൻസിൽ തന്നെ നമുക്ക് മാനേജ്മെൻറ്റ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്, മാനേജ്മെൻറ്റ് സ്കിൽ ഓറിയൻറ്റഡ് ആക്ടിവിറ്റി ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആർട്ട് എന്ന് പറയുന്നതിന് അതിനുള്ള റീസൺസ് ആണ്. ഫസ്റ്റ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് തിയറിറ്റിക്കൽ നോളജ്.
അല്ലേ? എല്ലാ ആർട്ട് ഫോംസിലും ഒരു തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്, പ്ലസ് പ്രാക്ടിക്കലും വരുന്നുണ്ട്. അതേപോലെ തന്നെ മാനേജ്മെൻറ്റിലും തിയറിറ്റിക്കൽ നോളജ് ഉണ്ട് എന്നാണ് പറയുന്നത്. സിസ്റ്റമാറ്റിക്കലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തിയറിറ്റിക്കൽ നോളജ് മാനേജ്മെൻറ്റിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ. The use of basic knowledge differs from person to person and that thus art is a very personalized concept. അല്ലേ? ഒരു ആർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണ്. ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഡാൻസ് ചെയ്യുന്ന പോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെ? ഒരാൾ ഡ്രോ ചെയ്യുന്ന പോലെ തന്നെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. മീൻസ് ഡ്രോ ചെയ്യുമായിരിക്കാം, പക്ഷെ അതേപോലെ തന്നെ ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്നത് ഒരു ഏരിയയിൽ ആണ് എന്ത് ആർട്ട് എന്ന് പറയുന്നത്, അല്ലേ? ദെൻ അതുപോലെ നമുക്ക് ആ ഒരു പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ നമുക്ക് മാനേജ്മെൻറ്റിലും കാണാനായിട്ട് സാധിക്കും. ദെൻ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ആർട്ട് ഇൻവോൾവ്സ് ഇൻ കൺസ്റ്റൻറ്റ് ആൻഡ് ക്രിയേറ്റീവ് പ്രാക്ടീസ്, അല്ലേ? തീർച്ചയായിട്ടും ഒരു ആർട്ട് ഫോം അതിൻ്റെ കംപ്ലീറ്റ് ആവണമെങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് വേണം, അല്ലേ? എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അതിൻ്റെ ബ്യൂട്ടി കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റിലും നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കും. മാനേജ്മെൻറ്റിലും തീർച്ചയായിട്ടും പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി മാനേജ്മെൻറ്റിൽ വരുന്ന ഒരു മാനേജർ, ഒരു പേഴ്സൺ, നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ തീർച്ചയായിട്ടും ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓണർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇനീഷ്യലി ആ ഒരു ബിസിനസ് റൺ ചെയ്യാനുള്ള 100% ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ സ്കില്ലുള്ള ആളാവണമെന്നില്ല, അല്ലേ? ബൈ എക്സ്പീരിയൻസ് ആൻഡ് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പേഴ്സണ് ആ ഒരു ബിസിനസ് റിയലി കണ്ടക്ട് ചെയ്യാനുള്ള, ക്യാരി ചെയ്യാനുള്ള, റൺ ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു ഫീച്ചർ ഇവിടെ ആർട്ടിലുള്ളതുകൊണ്ട് നമുക്ക് മാനേജ്മെൻറ്റിനെ ഒരു ആർട്ടായിട്ട് കൺസിഡർ ചെയ്യാം. So in the management also a huge volume of literature and books are available on different aspects of management. So every manager has his own unique style of managing, അല്ലേ? പേഴ്സണൽ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനിൽ എല്ലാ മാനേജറും അല്ലെങ്കിൽ എല്ലാ ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റ് ഒരുപോലെ ആവണമെന്നില്ല, അതിൽ ഡിഫറൻസസ് ഉണ്ടാവാം. ഓക്കെ, സോ സിൻസ് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് ആർട്ട് ആർ പ്രസൻറ്റ് ഇൻ മാനേജ്മെൻറ്റ്, സോ ഇറ്റ് ക്യാൻ കോൾഡ് ആൻ ആർട്ട്. അപ്പോൾ ഈ പറയുന്ന ആർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് മാനേജ്മെൻറ്റിൽ കാണാൻ സാധിക്കുന്നതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്, അല്ലേ? നമ്മൾ മീനിങ്ങിലും തന്നെ തുടങ്ങുന്നത് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇവിടെ കമ്പയർ ചെയ്യുന്നത് മാനേജ്മെൻറ്റിനെ സയൻസുമായിട്ടാണ്. സോ സയൻസ് ഇസ് എ സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ജനറൽ ട്രൂത്ത്. ഇപ്പോൾ സയൻസിൻ്റെ പ്രത്യേകത എന്താണ്? സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്, ജനറൽ ട്രൂത്ത് ആണ്, അല്ലേ? ഇപ്പോൾ സയൻസിലൊരു പ്രിൻസിപ്പിൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജനറൽ ആയിരിക്കും. അത് എവിടെ ടെസ്റ്റ് ചെയ്താലും അതിൻ്റെ റിസൾട്ട് സെയിം ആവാനാണ് സാധ്യത. ഇതാണ് നമ്മൾ സയൻസിൽ കാണുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് മാനേജ്മെൻറ്റിനെ സയൻസുമായിട്ട് കമ്പയർ ചെയ്യാം? അപ്പോൾ അതിനാദ്യം നമ്മൾ സയൻസിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. അവിടെ പ്രിൻസിപ്പിൾസും എക്സ്പെരിമെൻറ്റ്സും ബേസ് ചെയ്തിട്ടാണ് ആ ഒരു നോളജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദെൻ പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഒബ്സർവേഷൻസ്. തീർച്ചയായിട്ടും തിയറിറ്റിക്കലി മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമല്ല നമ്മൾ സയൻസിൽ കാണുന്നത്. അത് റിയലി സംഭവിക്കുന്നുണ്ടോ എന്നുള്ള എക്സ്പെരിമെൻറ്റ്സും ഒബ്സർവേഷൻസും നമുക്ക് സയൻസിൽ കാണാൻ പറ്റും, അല്ലേ? ദെൻ യൂണിവേഴ്സൽ വാലിഡിറ്റി. സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളതാണ്. എവിടെ അപ്ലൈ ചെയ്താലും മീൻസ് ഇപ്പോൾ ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു കൺട്രിയിൽ എവിടെ പോയാലും നമുക്ക് നമ്മളുടെ ഭൂമിയിൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന ആ ഒരു ഗ്രാവിറ്റി ലോ നമുക്ക് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, അല്ലേ? സോ യൂണിവേഴ്സൽ വാലിഡിറ്റി ഉള്ളതാണ് സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ്? മാനേജ്മെൻറ്റിനെ നമുക്കിവിടെ ഒരു പ്യുവർ സയൻസായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് സയൻസിലുള്ള എല്ലാ ഫീച്ചേഴ്സും മാനേജ്മെൻറ്റിൽ വരുന്നില്ല. ഇപ്പോൾ മാനേജ്മെൻറ്റിൽ പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്യുന്നത് കുറേ വർഷങ്ങൾക്ക് എടുത്തിട്ടായിരിക്കാം. തീർച്ചയായിട്ടും എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടാവാം, ഒബ്സർവേഷൻസ് ഉണ്ടാവാം, അത് യൂണിവേഴ്സലി ആപ്ലിക്കബിളും ആയിരിക്കാം. പക്ഷേ സിറ്റുവേഷൻസ് അനുസരിച്ച് മോഡിഫൈ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരുന്ന പ്രിൻസിപ്പിൾസാണ് നമുക്ക് മാനേജ്മെൻറ്റിൽ കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ സയൻസിലെ പോലെ എക്സാക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ല നമുക്ക്, അല്ലെങ്കിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ നമുക്ക് മാനേജ്മെൻറ്റിൽ കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മാനേജ്മെൻറ്റ് ഇസ് കോൾഡ് ആസ് ആൻ ഇൻഎക്സാക്റ്റ് സയൻസ്. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. ഇപ്പോൾ പ്രൊഫഷൻ എന്താണ്? പ്രൊഫഷൻ്റെയും പ്രത്യേകത സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം, സ്കിൽ വേണം, അല്ലേ? മാനേജ്മെൻറ്റ് എന്തുകൊണ്ടാണ് പ്രൊഫഷൻ എന്ന് വിളിക്കുന്നത് എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ പ്രൊഫഷൻ്റെ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആണ്, റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്, അല്ലേ? പ്രൊഫഷൻ എന്ന് പറയുന്നത് എല്ലാ മീൻസ് ആ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ അത് പാസ് ഔട്ട് ആയതിനു ശേഷം
അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റൂ. ദെൻ അസോസിയേഷൻസ് ഉണ്ട്, പ്രൊഫഷണൽ അസോസിയേഷൻസിലെ മെമ്പേഴ്സ് ആയിരിക്കും. ദെൻ എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് പ്രൊഫഷണലാണ്. പിന്നെ പ്രൊഫഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സർവീസ് മോട്ടീവാണ് അല്ലേ. സോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ എല്ലാ ഫീച്ചേഴ്സും, മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഫീച്ചേഴ്സും, പ്രൊഫഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും മാനേജ്മെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഒരു 100% പ്രൊഫഷനായിട്ടും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇതൊരു പ്രൊഫഷനായിട്ട് റെക്കഗ്നൈസ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പ്രൊഫഷനാണോ എന്ന് ചോദിച്ചാൽ 100% പ്രൊഫഷനല്ല എന്ത് മാനേജ്മെൻറ്റ്, 100% സയൻസുമല്ല മാനേജ്മെൻറ്റ്. പിന്നെ നമ്മൾക്ക് പറയാൻ പറ്റുന്നത് ആർട്ടുമായിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആയിരിക്കണം മീനിങ്ങിലും മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളുടെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് അടുത്തത്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമ്മൾ 3 കാറ്റഗറിയാണ് കാണുന്നത്, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് സൂപ്പർവൈസറി ലെവൽ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ടോപ്പ് ലെവലിൽ വരുന്ന ആരൊക്കെയാണ്? ചെയർപേഴ്സൺ, CEO, ദെൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ദെൻ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഇങ്ങനെയുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് പേഴ്സൺസ് ആയിരിക്കും നമ്മൾക്ക് ടോപ്പ് ലെവലിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവരുടെ പ്രത്യേകത, ഇവരാണ് പോളിസീസ് എല്ലാം ഫ്രെയിം ചെയ്യുന്നത്, ഓർഗനൈസേഷൻ്റെ ഗോൾസും സ്ട്രാറ്റജീസും എല്ലാം ഫിക്സ് ചെയ്യുന്ന ടീമായിരിക്കും ആര്? ഈ ടോപ്പ് ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലെവലിൽ നമ്മൾ കാണുന്നത് മിഡിലാണ്, മിഡിൽ ലെവൽ മാനേജേഴ്സാണ്. അതായത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇതിൻ്റെയൊക്കെ ലീഡേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിനെ ആയിരിക്കും നമുക്ക് മിഡിൽ ലെവലിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെവൽ ഇൻസിസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട് ആർക്ക്? മിഡിൽ ലെവലിന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് ലെവലിൽ വരുന്നത് ലോവർ ലെവൽ ഓർ സൂപ്പർവൈസറി ലെവൽ. അവിടെ എന്ന് പറയുന്നത് ഫോമൻസിനെയും സൂപ്പർവൈസേഴ്സിനെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ദ മെയിൻ ടാസ്ക് ഇസ് ടു എൻഷുർ ആക്ച്വൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പോളിസീസ് ആസ് പെർ ഡയറക്ഷൻസ്. ഓക്കെ, ഈ പറയുന്ന ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ ഡയറക്ഷൻസ് അനുസരിച്ചിട്ട് വർക്ക് ചെയ്യാം. അതാണ് സൂപ്പർവൈസറി ലെവൽ ചെയ്യുന്നത്. പിന്നെ സൂപ്പർവൈസറി ലെവൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് ടച്ചുള്ള ഒരു ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് ആണ് എന്ത്? സൂപ്പർവൈസറി ലെവൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്കറിയാം, നമ്മളുടെ പാർട്ട് 1 ഓരോ ചാപ്റ്ററും ഈ ഒരു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ബേസ് ചെയ്ത് വരുന്നതാണ് അല്ലേ. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്. ഓക്കെ, അപ്പോൾ അതിൽ ടോപ്പ് ലെവൽ ചെയ്യുന്ന ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്ങും, മിഡിൽ ലെവലിൻ്റെ ഫങ്ഷൻ ആയിട്ട് പറയുന്നത് സ്റ്റാഫിങ്ങും, സൂപ്പർവൈസറി ലെവൽ ഓർ ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻ ആയിട്ട് പറയുന്നത് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്ങുമാണ്. അപ്പോൾ എന്താണ് ഈ പ്ലാനിങ് ഫങ്ഷൻ? പ്ലാനിങ്, തിങ്കിങ് ഇൻ അഡ്വാൻസ്, വാട്ട് ടു ഡു, വെൻ ടു ഡു ആൻഡ് ഹൂ ഈസ് ഗോയിങ് ടു ഡു ഇറ്റ് അല്ലേ. എന്ത് ചെയ്യണം, എപ്പോൾ ചെയ്യണം, ആര് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ആയിട്ടാണ് നമ്മൾ പ്ലാനിങ്ങിനെ പറയുന്നത്. ഓക്കെ, ദെൻ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ മീൻസ് ഡിസൈഡിങ് ദ ഫ്രെയിംവർക്ക് ഓഫ് വർക്കിംഗ്, ഹൗ മെനി യൂണിറ്റ്സ് ആൻഡ് സബ് യൂണിറ്റ്സ് ആർ നീഡഡ്, ഹൗ മെനി പോസ്റ്റ് ആർ നീഡഡ്, ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ആസ് പെർ പ്ലാൻ അനുസരിച്ചിട്ട് ആക്ടിവിറ്റീസ് ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഓർഗനൈസിങ്ങിനെ പറയുന്നത് അല്ലേ. ദെൻ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് സെലക്ഷൻ, ഫില്ലിംഗ് ദ റൈറ്റ് പേഴ്സൺസ് ഇൻ ദ റൈറ്റ് ജോബ് അല്ലേ. ഓരോ ജോബിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ദെൻ ഡയറക്റ്റിംഗ്, ഇറ്റ് റെഫേഴ്സ് ടു ഗൈഡിങ്, ഇൻസ്ട്രക്റ്റിംഗ്, ഇൻസ്പയറിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യുക, ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ഡയറക്റ്റിംഗ് ഫംഗ്ഷനിൽ പറയുന്നത്. അടുത്ത ഫംഗ്ഷൻ എന്താണ്? കൺട്രോളിംഗ് ഈസ് ദ മോണിറ്ററിങ് ദ ഓർഗനൈസേഷണൽ പെർഫോമൻസ് ടുവേർഡ്സ് അറ്റൈൻമെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഗോൾസ്. അതായത് ഈ പറയുന്ന പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും അനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ചിട്ടാണോ ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നൊക്കെ എൻഷുർ ചെയ്യുന്ന അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് നമ്മൾ കൺട്രോളിങ്ങിനെ പറയുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ എൻഡിൽ കോർഡിനേഷൻ എന്നുള്ളൊരു ഫംഗ്ഷൻ, അതൊരു സെപ്പറേറ്റ് ഫംഗ്ഷനായിട്ടും കോർഡിനേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. കോർഡിനേഷന് മാനേജ്മെൻറ്റ്, എസൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. എന്താണ് കോർഡിനേഷൻ? കോർഡിനേഷൻ ഇസ് എ പ്രോസസ് ഓഫ് സിങ്ക്രണൈസിങ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, ഇപ്പോൾ ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സും അവിടെയുള്ള ഇൻഡിവിജ്വൽസും ഇവരുടെ ആക്ടിവിറ്റീസിനെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ്, ഒരു സെപ്പറേറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനായിട്ടാണ് കോർഡിനേഷനെ പറയുന്നത്. സിങ്ക്രണൈസേഷൻ ഓഫ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇപ്പോൾ സിങ്ക്രണൈസിങ് എന്നുള്ള വേർഡ് കോർഡിനേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് ഈ കോർഡിനേഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. കോർഡിനേഷൻ ഇൻറ്റഗ്രേറ്റ്സ് ഗ്രൂപ്പ് എഫേർട്സ്.
It integrates diverse business activities into purposeful group activity, ensuring that all people work in one direction to achieve organizational goals. സെയിം ഡയറക്ഷൻ, എല്ലാവരും ഒരേ ഡയറക്ഷനിലാണ്, മീൻസ് ഓർഗനൈസേഷണൽ ഗോൾ എന്നുള്ള ഒരു ഡയറക്ഷനാണ് പറയുന്നത് അല്ലേ. എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ള പർപ്പസിലാണ്. ഓക്കെ, ആ ഒരു രീതിയിൽ ഗ്രൂപ്പ് എഫേർട്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യിക്കുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് കോർഡിനേഷൻ പറയുന്നത്. ബിക്കോസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും തീർച്ചയായിട്ടും അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ഇൻ്റർ കണക്ടിവിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതിനുള്ളൊരു ഫംഗ്ഷനാണ് എന്ത്, കോർഡിനേഷൻ എന്ന് പറയുന്നത്. കോർഡിനേഷൻ എൻഷുവേഴ്സ് യൂണിറ്റി ഓഫ് ആക്ഷൻ. ഇറ്റ് ഡയറക്ട്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് എംപ്ലോയീസ് ടുവേർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് കോമൺ ഗോൾ. നമുക്കറിയാം, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയിക്ക് ഇൻഡിവിജ്വൽ ഗോൾസ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ഗോൾസ് എന്ന് പറയുമ്പോൾ എന്താ, ബെറ്റർ ഗെറ്റിംഗ് ബെറ്റർ സാലറി ആൻഡ് അതർ അലവൻസ്, ഇതൊക്കെ ഇൻഡിവിജ്വൽ ഗോൾസ് ആണ്. അപ്പോൾ ഇതിനെല്ലാം കോമൺ ഗോളാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് കോർഡിനേഷനെ പറയുന്നത്. യൂണിറ്റ് ഓഫ് ആക്ഷൻ. അടുത്തത്, കോർഡിനേഷൻ ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഒരു പാർട്ടിക്കുലർ ലെവലിലോ അല്ലെങ്കിൽ പാർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫംഗ്ഷൻ അല്ല, അല്ലെങ്കിൽ പീരീഡിലേക്ക് മാത്രമോ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല, ഒരു ഫംഗ്ഷൻ അല്ല കോർഡിനേഷൻ എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒന്നാണ് കോർഡിനേഷൻ ഒരു മാനേജ്മെൻറ്റിൽ. പിന്നെ പറയുന്നു, കോർഡിനേഷൻ ഇസ് ഓൾ പെർവാസീവ് ഫംഗ്ഷൻ. നമ്മൾ മാനേജ്മെൻറ്റ് ഇസ് ഓൾ പെർവാസീവ് എന്ന് പറയുന്ന പോലെ എവ്രിവെയർ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കാണേണ്ടുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് എന്ത്, കോർഡിനേഷൻ എന്ന് പറയുന്നത്. അടുത്തത്, കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ മാനേജേഴ്സ്. എല്ലാ മാനേജേഴ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ലെവൽസ് ആയാലും, ടോപ്പ് ലെവലായാലും മിഡിൽ ലെവലായാലും ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആയാലും കോർഡിനേഷൻ ഈസ് ദ റെസ്പോൺസിബിലിറ്റി. എല്ലാ മാനേജ്മെൻറ്റിനും ഈക്വലായിട്ട് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. Okay, then coordination is deliberate function. Coordination is never established by itself, rather it's a continuous effort on the part of every manager. Cooperation is voluntary effort of employees to help one another. Effective coordination cannot be achieved without cooperation of group members. So തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷനിൽ ഡെലിബറേറ്റ് ആയിട്ട് വേണ്ട ഒരു ഫംഗ്ഷൻ തന്നെയാണ് കോർഡിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷനാണ്. അതായത് കോർഡിനേഷൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ഇങ്ങനെ സെപ്പറേറ്റ് ഫംഗ്ഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, കോർഡിനേഷൻ ഒരു ഡെലിബറേറ്റ് ഫംഗ്ഷനായിട്ട് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൻ്റെ ആൻസറും കൂടിയാണിത്. അതിൻ്റെ ഒരു ഫസ്റ്റ് റീസൺ ആയിട്ട് പറയുന്നത് ഗ്രോത്ത് ഇൻ സൈസ്. അതൊരു ഓർഗനൈസേഷൻ്റെ സൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആകുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്പർ ഓഫ് എംപ്ലോയീസും അവിടുത്തെ ആക്ടിവിറ്റീസും എല്ലാം കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും അവിടുത്തെ വർക്ക് ചെയ്യുന്ന പേഴ്സൺസിൻ്റെ ഇൻട്രസ്റ്റും വേ ഓഫ് വർക്കിങ്ങും അവരുടെ നേച്ചർ ഇതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. സോ തീർച്ചയായിട്ടും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അവരുടെ എല്ലാ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഓർഗനൈസേഷണൽ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് കോർഡിനേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. പിന്നെ അടുത്തത് ഫംഗ്ഷണൽ ഡിഫറൻസിയേഷൻ. Division of work create difficulty because every person want to do his work in his own way without having any regard for the total work to be performed. അല്ലേ, ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ കാണുന്നത് എന്തുകൊണ്ടാണ്, ഡിവിഷൻ ഓഫ് വർക്ക് വരുന്നതുകൊണ്ടാണ്. അവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. തീർച്ചയായിട്ടും ഒരു കണക്ടിവിറ്റി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുണ്ട്. അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ടാവണമെങ്കിൽ കോർഡിനേഷൻ എന്നുള്ളൊരു ഫംഗ്ഷൻ ആവശ്യമാണ്. മറ്റൊന്ന് സ്പെഷ്യലൈസേഷൻ. സോ മോഡേൺ ഓർഗനൈസേഷൻസ് ആർ ഹൈലി സ്പെഷ്യലൈസ്ഡ്. ദേ അപ്പോയിൻറ്റ് എ നമ്പർ ഓഫ് സ്പെഷ്യലിസ്റ്റ്. നോർമലി ദേ ഡോണ്ട് ടേക്ക് അഡ്വൈസ് ഇൻ ദെയർ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ അല്ലേ. ഇപ്പം നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിലും അല്ലെങ്കിൽ ഓരോ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസ് ഒരു ഓർഗനൈസേഷനിൽ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും അവിടെ ഒരു ടെൻഡൻസി ഉണ്ടാവും മറ്റൊരു പേഴ്സൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ അഡ്വൈസ് റിസീവ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലാത്തൊരു സിറ്റുവേഷൻ വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യും. അവിടെയാണ് കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പോൾ കോർഡിനേഷൻ ഇസ് റിക്വയർഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ടു റിക്കൺസിൽ ദ ഡിഫറൻസസ് ഇൻ ഒപ്പീനിയൻസ് ഓഫ് എ സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മെൻറ്റാലിറ്റിയിൽ, കോർഡിനേറ്റഡ് മെൻറ്റാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ ഒരു ടീമുള്ള വർക്ക് ഫോഴ്സ് ഉള്ള ഒരു ഓർഗനൈസേഷനെ തീർച്ചയായിട്ടും ഗ്രോ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ടും സാധിക്കും എന്നൊക്കെയാണ് കോർഡിനേഷൻ്റെ ഇമ്പോർട്ടൻസിൽ പറഞ്ഞ് നിർത്തുന്നത്. ഈ ടോപ്പിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Thanks for watching. Continue learning. Bye.